മധ്യകേരളത്തെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ ഷെഡ്യൂൾ പരിപാടികൾ കുറവാണ്. കൂടുതലും മന്ത്രിമാരും അതുപോലെ തന്നെ മറ്റ് നേതാക്കളൊക്കെ പങ്കെടുക്കുന്ന പരിപാടികൾ വിവിധ ഇടങ്ങളിലുണ്ട്. ഇന്ന് പ്രധാനമായും നൽകാൻ കഴിയുന്ന വാർത്ത, കഴിഞ്ഞ ദിവസം നേര്യമംഗലത്ത് ഇന്നലെ വൈകുന്നേരം ഒരു കാട്ടാന പിഴുതെറിഞ്ഞ പന അദ്ദേഹത്തെ വീണ് ഈ ഇരുചക്ര യാത്രക്കാരായ രണ്ടുപേർക്ക് പരിക്കേറ്റിരുന്നു. അതിൽ ഗുരുതര പരിക്കേറ്റ പാലക്കാട് സ്വദേശിനി മരിച്ചിരുന്നു. ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടക്കും. പാലക്കാട് സ്വദേശിനി ആൻമരിയയ്ക്കാണ് ഇന്നലെ ജീവൻ നഷ്ടമായത്. സുഹൃത്ത് അൽത്താഫിന് പരിക്ക് അല്പം വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് അൽത്താഫിനെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻ. എന്താണെങ്കിലും ഈ പ്രദേശത്ത് ചെമ്പൻകുഴി എന്ന പ്രദേശത്ത് വെച്ചാണ് ഇത്തരത്തിൽ ഒരു പന ദേഹത്ത് വീഴുകയുമൊക്കെ ചെയ്തത്. ഈ പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമായ ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് ലഭിക്കുന്നത്. കാരണം ഇത്തരത്തിൽ കാട്ടാന ജനവാസ മേഖലയിൽ എത്തുന്നത് തടയാനുള്ള നടപടികളൊന്നും കാര്യക്ഷമമല്ല എന്ന ആരോപണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയായിരിക്കും ഇന്ന് പ്രധാനമായും എറണാകുളത്തെ സംബന്ധിച്ച് ഉണ്ടാവുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, എറണാകുളം പ്രസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട് 56 വർഷമായി പ്രസ് ക്ലബ്ബ്. ഈ പ്രസ് ക്ലബിനെ സംബന്ധിച്ച് പ്രധാനമായ പ്രത്യേകത, പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പ്രസ് ക്ലബ്ബ് എന്നുള്ളൊരു ഖ്യാതി കൂടി ഉള്ള പറ്റുന്ന ഒരു പ്രസ് ക്ലബ്ബ് കൂടിയാണ്. എന്താണെങ്കിലും ഇന്ന് അതിൻ്റെ 56ാം വാർഷികാഘോഷം ഇവിടെ നടക്കുകയാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് ഉദ്ഘാടനം ചെയ്യുക. 9:30 അദ്ദേഹം പങ്കെടുക്കുന്ന മറ്റ് പരിപാടികളും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ മന്ത്രി VN വാസവൻ കോട്ടയത്തുണ്ട്. അത്തരത്തിലുള്ള പരിപാടികളാണ് മധ്യകേരളത്തെ സംബന്ധിച്ച് പ്രധാനമായും ഉള്ളത്. മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം ഈ അപകട വാർത്തകളൊക്കെ പറഞ്ഞപ്പോൾ ഓർത്തതാണ്. കഴിഞ്ഞ ദിവസം 7-ാം തീയതിയാണ് ശുചീകരണ തൊഴിലാളിയെ കാറിടിച്ച് തെറിപ്പിച്ച് പോയ CCTV ദൃശ്യം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇതുവരെയും കാർ ഓടിച്ച ആളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അന്വേഷണം വലിയ രീതിയിൽ തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ജിൽസി.